ചോദ്യം ചെയ്യലിൻ്റെ അവസാനം വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇതുപോലെ തെളിവുള്ള ഒരു കേസിലാണ് CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി. അയാൾക്ക് തലയ്ക്ക് വെളിവുള്ളവനല്ലേ, അയാൾക്കിത് വായിച്ചാൽ മനസ്സിലാവില്ലേ? ചെയ്ത പണിക്ക് ഒരു ഡെലിവറബിൾസും ഇല്ലാതെ ഈ കരിമണൽ കർത്ത വിജയന് മകൾക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിജയൻ ചെയ്തു കൊടുത്ത നേട്ടത്തിനാണെന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അച്ഛൻ നടത്തുന്ന അഴിമതി ഇടപാടിൽ നിന്നുള്ള ഷെയർ അച്ഛന് നേരിട്ട് മേടിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് മകളുടെ കമ്പനിയിലേക്ക് ഇത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം. ഈ വീണ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് വിജയനാണ് ഇതിനകത്തെ പ്രതി. ആക്രമണത്തിൽ ഇവനൊക്കെ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞേക്കാം, MV ഗോവിന്ദൻ ഉൾപ്പെടെ അഴിയെണ്ണിയാലും അത്ഭുതപ്പെടണ്ട. വീണയെന്ന് പറഞ്ഞ വീണ തൈക്കണ്ടിയെ കാണാൻ ഈ വിജയൻ, ഈ പിണറായി വിജയൻ ആ പരപ്പരഹാര അഗ്രഹാര ജയിലിൻ്റെ മുമ്പിൽ പോയി ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് കുരുക്കുമുറുകുകയാണോ? നടപടികൾ വേഗത്തിലാക്കുവാൻ EDക്ക് നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ഉടൻ തന്നെ സാധ്യതയുണ്ടെന്നും അറിയുന്നു. പരിശോധിക്കാൻ നമുക്ക് ഈ കേസിൻ്റെ വിവിധ വശങ്ങൾ. നമ്മോടൊപ്പം ചേർന്ന പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ശ്രീ KM ഷാജഹാൻ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വീണ വിജയന് കുറുക്ക് മുറുകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തെളിവുകൾ ശക്തമാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാമോ? കാരണം ഈ കേസുകളിലൊക്കെ തന്നെ വാർത്തകൾക്കപ്പുറത്തേക്ക് തെളിവുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള വേഗത്തിലുള്ള അന്വേഷണം ആണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്നാണ് അങ്ങ് കരുതുന്നത്? ഇതിനകത്ത് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാനിതിനകത്ത് നടത്തിയിട്ടുള്ള ചില പോരാട്ടങ്ങളുണ്ട്. എൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് പറഞ്ഞിട്ട് ശരിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനതിൻ്റെ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ ഈ വീണ വിജയനുമായി ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോയുടെ തലവാചകം ഇപ്പോൾ എൻ്റെ തലയ്ക്കകത്തോടെ പോകുമായിരുന്നു. ആ വീഡിയോയുടെ തലവാചകം എന്തുകൊണ്ട് വീണയെ ED ചോദ്യം ചെയ്യുന്നില്ല. ഇതാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു 1.5 ഡസൻ വീഡിയോകളെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളിലെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അഭിമാനകരമായി തോന്നുന്നു. പ്രത്യേകിച്ച് 2023 ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റിൻ്റെ ഓർഡർ വന്നപ്പോൾ മുതലാണ് ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതാണ് എനിക്ക് ആമുഖമായി ഞാൻ ചെയ്ത കാര്യത്തെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ ലിയോ പറഞ്ഞ ചോദ്യത്തിന് മറുപടിയിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ആദ്യമായി പറയാനുള്ളത്, പിണറായി വിജയൻ എന്ന വിജയൻ്റെ മൂത്ത മകൾ വീണ തായ്ക്കണ്ടിയിൽ അവരറസ്റ്റ് ചെയ്യപ്പെടും, ജയിലിലാക്കപ്പെടും എന്നുള്ളതാണ് ആദ്യമായി ഇതിനകത്ത് പറയാനുള്ളത്. അവരെ ഇപ്പം ED ഒരു പ്രാവശ്യം ചോദ്യം ചെയ്ത് കഴിഞ്ഞു. SFIO കുറേ മാസങ്ങൾക്ക് മുമ്പ് അവർ ചോദ്യം ചെയ്തിരുന്നു. SFIOയ്ക്ക് അവർ കൊടുത്ത മൊഴികളൊക്കെ SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അതെ. ഇപ്പം ഇനി ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ പോകുന്നു. ആ ചോദ്യം ചെയ്യലിൻ്റെ അവസാനം വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അവിടെ പൊളിറ്റിക്കൽ പ്രഷറൊന്നും പൊളിറ്റിക്കൽ പ്രഷറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ലിയോയ്ക്ക് ഓർമ്മയുണ്ടാകും, 2023 ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിലാണ് ഇവർ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കരിമണൽ കമ്പനിയിൽ നിന്ന് ഇവർ 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഇവരും ഇവരുടെ കമ്പനിയും കൂടെ ചേർന്ന് 1,72,00,000 രൂപയുടെ മാസപ്പടി വാങ്ങിച്ചു എന്നും അതിനൊരു സേവനവും അവർ തിരിച്ചു കൊടുക്കാതെയാണത് വാങ്ങിച്ചതെന്നും എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഏതാണ്ട് ആ വിവരം പുറത്തു വന്ന് 2-3 മാസത്തിന് ശേഷം സിമൻ ഷോൺ ജോർജ് എന്നയാൾ BJPയിലല്ല, എന്നയാൾ ജനപക്ഷം എന്ന് പറഞ്ഞൊരു പാർട്ടിയിലാണ്. അയാളാണ് ഇതിൻ്റെ നിയമ നടപടികളുമായിട്ട് തുടങ്ങുന്നത്. അതെ. ആ നിയമ നടപടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് SFIO എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ കേൾക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് തന്നെ നമ്മൾ കേൾക്കുന്നപ്പോഴാണ്. ശരിയാണ്. അവരതിനകത്തേക്ക് വന്നു. അവരത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടും അതിനെ തുടർന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 കുറ്റപത്രവും കൊടുക്കുകയും ആ കുറ്റപത്രത്തിനെ തുടർന്ന് ഇവർക്ക് സമൻസ് അയക്കുകയും കൂടെ ചെയ്യുന്നു എന്ന് വന്നപ്പോഴാണ് കരിമണൽ കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസുമായിട്ട് ചെന്നിട്ട് ഇതിൻ്റെ അന്വേഷണം തടയണം എന്നവർ പറഞ്ഞത്. അപ്പോൾ ലിയോ ശ്രദ്ധിക്കേണ്ട ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 27/11/2024. അതെ. 24-ലാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. 25-ലാണ്
കുറ്റപത്രം കൊടുക്കും. കുറ്റപത്രവും ആ കേസ് തുടങ്ങി. അതിനെ തുടർന്നിട്ടാണ് ഈ കരിമണൽ കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ ചെന്നത്. ഡൽഹി ഹൈക്കോടതിയിൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഈ കേസ് 25 തവണയാണ് മാറ്റിവെക്കപ്പെട്ടത്. ഇപ്പം പൊളിറ്റിക്കൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. അതെ. അപ്പം അന്ന് ഇ ഡി എവിടെയായിരുന്നു? അന്ന് ഇ ഡി ഏത് മാളത്തിലായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? അത് ഈ മുഖ്യമന്ത്രി ആയതുകൊണ്ടുള്ള ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം 1.5 വർഷക്കാലം ഈ കേസ് ഡൽഹി ഹൈക്കോടതിയിൽ 24 തവണ മാറ്റിവെച്ചപ്പോൾ ആ കേസിൽ ചടുലമായിട്ടുള്ള നിലപാടെടുത്ത് അതിലൊരു എയർലി ഹിയറിംഗ് കൊടുത്ത് അതിൽ തീർപ്പുണ്ടാക്കി അന്വേഷിക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞില്ല. കാരണം പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അന്ന് പിണറായി വിജയനെ സംരക്ഷിക്കുകയായിരുന്നു. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അന്ന് പിണറായി വിജയനെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു മോദി സർക്കാരിനും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും ഉണ്ടായിരുന്നത്. ആ നിലപാടിൽ വന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇപ്പോഴത്തെ കാര്യം ലിയോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇ ഡി അന്വേഷണം തടയണമെന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കിടപ്പുണ്ടായിരുന്നു. അതെ. ആ കേസ് 1.5 വർഷം പെൻഡിങ് ആയിരുന്നു. അപ്പോൾ 1.5 വർഷം ആ കേസ് പെട്ടെന്ന് തീർപ്പാക്കാൻ ഇ ഡി എന്താ പരിശോധിക്കാഞ്ഞത്? കാരണം അപ്പോൾ ഇ ഡിക്ക് പിണറായി വിജയനെ സംരക്ഷിക്കണമായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? മെയ് 26-ാം തീയതി ആ കേസ് പരിഗണനയ്ക്ക് വന്നു. മെയ് 26-ാം തീയതി ആ കേസ് പരിഗണനയ്ക്ക് വന്നു. ഹൈക്കോടതി ജഡ്ജ് TR രവി ആ കേസിൻ്റെ മേലുള്ള സ്റ്റേ വെക്കേറ്റ് ചെയ്തു. അതെ. വെക്കേറ്റ് ചെയ്ത് ഏതാണ്ട് ഒരു 12 മണിക്കൂറുകൾക്ക് ശേഷമാണ് നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിജയൻ്റെ വീട്ടിലും വിജയൻ്റെ തറവാട് വീട്ടിലും വിജയൻ്റെ മരുമൻ്റെ വീട്ടിലും ഉൾപ്പെടെ 12 സ്ഥലത്ത് റെയ്ഡ് നടന്നു. അപ്പോൾ എന്താ ഇ ഡി സടകുടഞ്ഞ് എഴുന്നേറ്റ് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും മോദി ഗവൺമെൻറ്റിൻ്റെയും പിണറായി വിജയനോടുള്ള സമീപനം മാറി. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോയി. പിണറായി വിജയൻ ഇപ്പോൾ ഒരു കീറ ചാക്കോ ആയി മാറി. എന്തുകൊണ്ട് മാറി? അതും കൂടെ ഇടയ്ക്കിട്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ മാറിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. BJP കേരളത്തിൽ കഴിഞ്ഞ 4-5 വർഷക്കാലമായി വിചാരിച്ചിരുന്നത് എന്താണ്? കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാമെന്നാണ് അവർ വിചാരിച്ചത്. അത് ഹമ്പക്കാണെന്ന് അവർക്ക് മനസ്സിലായി. കേരളത്തിൽ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായി. കാരണം കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മുഴുവൻ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 102 സീറ്റ് കോൺഗ്രസ് മേടിക്കുകയും ചെയ്തു. അപ്പം കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഒരു കാര്യം വേറെ മനസ്സിലായി. എന്ത് മനസ്സിലായി? അവർ 3 സീറ്റിൽ ജയിച്ചു. ഈ 3 സീറ്റും CPM-ൻ്റെ ആണ്. ചാത്തന്നൂർ CPM-ൻ്റെ ആണ്, നേമം CPM-ൻ്റെ ആണ്, കഴക്കൂട്ട്. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? CPM-ൻ്റെ വോട്ട് പിടിച്ചാലേ, CPM-നെ പൊളിച്ചാലേ തങ്ങൾക്ക് ഇവിടെ വളരാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. അല്ലാതെ സത്യം കണ്ടുപിടിക്കാനായിട്ടുള്ള അഭിവാഞ്ചയാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് ഇത് ചെയ്തുകൂടായിരുന്നു. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് അതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു ഇടയ്ക്കേറി ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു പല കേസുകളുമുണ്ട്. അതിലൊക്കെയുള്ള ആ ഒരു നിലപാട് മാറ്റം കാണാൻ സാധിക്കുമോ? ഒരു സംശയവും വേണ്ട. ഞാൻ എപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞേക്കാം, അവർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസെടുക്കും, അവർ ഡോളർ കള്ളക്കടത്ത് കേസെടുക്കും. CBI നവീൻ ബാബു കേസിലേക്ക് കടന്നിട്ടുള്ളൂ, അതും നമുക്ക് എടുക്കും, അതും അവരെടുക്കും. അത് വേണം നമുക്ക് സെപ്പറേറ്റ് എടുക്കും. അതെടുക്കും. ലാവ്ലിൻ കേസും എടുക്കും. ഇതെല്ലാം ഇനി അവരെടുക്കാൻ പോവാണ്. കാരണം അവർക്ക് മനസ്സിലായി CPM-നെ പൊളിച്ചാലേ ഇവിടെ പിടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ CPM-നെ പൊളിക്കുമ്പോഴത് വേട്ടയാടലായിരിക്കില്ല. കാരണം എന്താ? ഇതിനകത്ത് എല്ലാത്തിനകത്തും അർത്ഥശങ്കക്കേടില്ലാത്തതും തെളിവുകളുണ്ട്. തെളിവുകളില്ലാത്ത കേസുകളല്ല ഇതൊന്നും. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിനകത്തെ പൊളിറ്റിക്സ്. ഓക്കെ. ഇനി നമ്മൾ കേസിലേക്ക് വരും. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഈ വിഷയം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡെലിവറബിൾസും കൊടുക്കാതെ, ഒന്നും തിരിച്ചു ചെയ്യാതെ ഒരു 1.72 ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ലിയോയുടെ മകളോ അല്ലെങ്കിൽ എൻ്റെ മകളോ CMRL കമ്പനിയോട് പറയുകയാണ്, ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് തരാം, ഞാൻ അവിടെ ഒരു കരാറിൽ ഏർപ്പെടുമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഏർപ്പെടും. പക്ഷേ ഏർപ്പെടുമ്പോഴും ആ ഏർപ്പെടുന്നതിന് ആവശ്യമായിട്ട് ഏർപ്പെട്ടിട്ട് ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെലിവറി ചെയ്യണം. ഡെലിവറി ചെയ്താൽ അവർ നമുക്ക് പൈസ തരും. ഇപ്പോൾ ഉദാഹരണത്തിന് വീണയുടെ കമ്പനി ഡെലിവറി ചെയ്യാതെ പൈസ മേടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് തൊട്ട് പുറകെ തന്നെ അറ്റ്ന ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുമായിട്ട് ഈ CMRL കമ്പനി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ കരാറിൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പഠനം നടത്താൻ അവരോട് ആവശ്യപ്പെട്ടു. അവരാ പഠനം നടത്തി. വീണയുമായിട്ടും കരാറിൽ ഏർപ്പെട്ടു. പക്ഷേ വീണ പഠനം നടത്തിയില്ല. എന്നിട്ട് ഈ അറ്റ്ന എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ഏതാണ്ട് 19-60 ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് നടന്നിട്ടുണ്ട് CMRL-ഉമായിട്ട്.
കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കമ്പനിയുമായിട്ട് CMRലൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കരാർ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരുപാട് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കും. കാരണം അതിനകത്ത് ആ കണ്ടന്റ് ചേർക്കണോ, ഈ കണ്ടന്റ് ചേർക്കണ്ട, അത് കളയണോ, ഇത് കളയണ്ട, അതിനകത്ത് മാറ്റം വരുത്തണോ, ഇതിനകത്ത് ഇങ്ങനെ ഒരുപാട് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്തും. ആ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം അറ്റ്ന കമ്പനിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഇവരുടെ കമ്പനിയായിട്ട് ഒരൊറ്റ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ പോലും നടത്തിയിട്ടില്ല ലിയോ. അവസാനം എന്ത് സംഭവിച്ചു? അവർ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ERP സൊല്യൂഷൻ ഉണ്ട് സോഫ്റ്റ്വെയറിൻ്റെ, അതിന് അവർക്ക് കൊടുത്തത് 3,70,75,000 രൂപ. ഈ വീണ വിജയന് കൊടുത്ത എത്രയാ? 2,78,00,000 രൂപ. മനസ്സിലായി? അപ്പം ഒന്നും ചെയ്യാതെ അവർക്ക് പൈസ കൊടുക്കുക. അത് ലിയോയുടെ മകളോ അല്ല എൻ്റെ മകളോ ചെയ്തിരുന്ന കഴിയില്ലായിരുന്നു. അവിടെ എങ്ങനെയാണ് വിജയൻ വരുന്നത്? അത് വിജയൻ്റെ മകളായതുകൊണ്ടല്ലേ ഇത് കൊടുത്തത്, ഒരു പണിയും ചെയ്യാതെ. എന്നിട്ട് ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം എന്താ? അല്ല, ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം, SFIയുടെ റിപ്പോർട്ടുണ്ട്, 27/11/2024 കൊടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ വീണ വിജയൻ അവർക്ക് കൊടുത്ത മൊഴി അവർ 5 പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ മൊഴിയിൽ എന്താണ് വീണ വിജയൻ പറയുന്നതെന്ന് അറിയാമോ ലിയോയ്ക്ക്? SFI ചോദിച്ചു, നിങ്ങൾ എന്ത് സേവനമാണ് അവർക്ക് ചെയ്തു കൊടുത്തത്? നിങ്ങൾ അപ്പോൾ ചോദിച്ചു, നിങ്ങൾ കരാറിൽ ഒപ്പിട്ടോ എന്ന് ചോദിച്ചു. കരാറിൽ ഒപ്പിട്ടു. കരാറിൽ ഒപ്പിട്ടതിന് ഇത്ര രൂപ കിട്ടിയോ എന്ന് ചോദിച്ചു. കിട്ടിയെന്ന് പറഞ്ഞു. ഉടനെ ചോദിച്ചു, നിങ്ങൾ എന്ത് സേവനമാണ് അവർക്ക് ചെയ്തു കൊടുത്തത്? ചോദിച്ചു. ഈ വനിത പറഞ്ഞെന്നറിയോ? ഞാൻ അഡ്വൈസാണ് അവർക്ക് കൊടുക്കുന്നത്. അഡ്വൈസ്. ഏത്? ഞാൻ ഉപദേശമാണെന്ന് കൊടുത്തതെന്ന്. അതല്ലാതെ എന്തെങ്കിലും നിങ്ങൾ ഈ പൈസ മേടിച്ചതിന് നിങ്ങൾ തിരിച്ചു ചോദിച്ചു. ഒരു ചുക്കും ചുണ്ണാമ്പും ഇവർ ചെയ്തു കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഈ വനിത പറഞ്ഞെന്താണെന്നറിയോ? ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. അതെന്താണ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്ന് ചോദിച്ചപ്പോൾ പറയാം, അത് ഞങ്ങൾ നേരിട്ടാണ് ചർച്ച നടത്തിയത്. ഇവിടെ നേരിട്ട് ചർച്ച നടത്തുമ്പോൾ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടല്ലോ. ചിലപ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ നടത്തി. നമ്മൾ ആലോചിച്ചു നോക്കും, ഇതാണ് ഇതിനകത്ത് നടത്തിയത്. അവസാനം ഇവരോട് ഗതികെട്ട് ഈ SFIക്കാരൻ ചോദിച്ചു, എന്തെങ്കിലും പുല്ലുരേഖ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? നിങ്ങളിപ്പോൾ 2,78,00,000 രൂപ അവരുടെ മേടിച്ചല്ലോ. നിങ്ങളിൽ എന്തെങ്കിലും ഒരു കഷണം കടലാസ്, ഒരു കടലാസിൻ്റെ ഒരു മൂലയെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. ഉടനെ ഈ വനിത പറയുക, എന്താ പറഞ്ഞതെന്നറിയാം? എൻ്റെ കമ്പനി ഇപ്പം നിലവിലില്ല. എൻ്റെ കമ്പനിയിലെ കമ്പ്യൂട്ടറിലായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നത്. എൻ്റെ കമ്പനി ഹാസ് സീസ്ഡ് ടു എക്സിസ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഈ വിളിയോ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എനിക്കൊക്കെ നാണക്കേട് കൊണ്ട് എൻ്റെ തലകുനിന്ന് എന്താണെന്ന് അറിയാം. ഇതുപോലെ തെളിവുള്ള ഒരു കേസിലാണ് CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി. അയാൾക്ക് തലയ്ക്ക് വെളിവുള്ളവനല്ലേ, അയാൾക്കിത് വായിച്ചാൽ മനസ്സിലാവില്ലേ? അയാൾ ഡൽഹിയിൽ അറസ്റ്റ് വരിക്കുന്നു. അവസാനം SFIക്ക് ഒരു നിവൃത്തിയില്ലാതെ അവർ ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല ഇവരുടെ കയ്യിൽ. അതായത് ആ മറ്റേ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിൽ മറ്റേ എടുത്ത് കാണിച്ചു, എന്താ തെളിവ് കൈരേഖ, അതുപോലും ഈ സ്ത്രീയുടെ കയ്യിലില്ല. ഇതെല്ലാം അവരുടെ മൊഴിയിൽ നിന്നാണ് പറയുന്നത്, വേറൊരിടത്തു നിന്നുമല്ല. അവരുടെ മൊഴിയിൽ നിന്നാണ് ഇതെല്ലാം പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ SFI കൊണ്ടുവന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 കൊടുത്തതിൽ 3ാമത്തെ ചാർജ് ഉണ്ട്. എന്താണ് 3ാമത്തെ ചാർജ്? ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ ഓഫ് 2.78 crores ബിറ്റ്വീൻ MD ഓഫ് CMRL ശശിധരൻ കർത്ത ആൻഡ് വീണ T എന്നും പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്. ഇനി അതിനകത്ത് പറയുന്ന വേറൊരു കാര്യം എന്നറിയാം. ഈ കരിമണക്കർത്താവും കമ്പനിയും കൂടെ എന്തോ എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി, അപ്പോൾ അത് കരിമണക്കർത്താവ് എന്ന് പറഞ്ഞാൽ ഈ CMRൻ്റെ ആ കമ്പനി ഇവർക്ക് 75 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് കടം. ആ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ കരിമണൽ കമ്പനിയിൽ നിന്ന് മേടിച്ച ഈ 2,78,00,000 നല്ല പങ്ക് ചിലവഴിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. കടം കൊടുത്ത കമ്പനി തന്നെ കടം വീട്ടാനുള്ള പണവും കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ 3ാമത്തെ ചാർജ് ഇതാണ്. ആ ചാർജ് ഇതെല്ലാം പറഞ്ഞിട്ട് അവർ പറയുന്നു 5 പ്രതികളുണ്ട് ഇതിനകത്ത്. അതിൽ 11ാം പ്രതിയാണ് ഇവർ, കരിമണക്കർത്താവ് ഉൾപ്പെടെ 5 പ്രതികൾ. അവർ ദേ ആർ പണിഷബിൾ അണ്ടർ സെക്ഷൻ 447 ഓഫ് കമ്പനി ആക്ട് ഓഫ് 2013. എന്നാൽ 2013 കമ്പനി ആക്ടിലെ 447 എന്ന് പറഞ്ഞ വകുപ്പുകൾ പ്രകാരം ഈ 5 പേരും ശിക്ഷാർഹരാണ്. ഇനി വാട്ട് ഈസ് സെക്ഷൻ 447? വാട്ട് ഡസ് സെക്ഷൻ 447 സേ? ആ പറഞ്ഞത് 6 മുതൽ 10 വർഷം വരെ കഠിന തടവും കടുത്ത ഫൈനും. ഇതാണ് സെക്ഷൻ 447. ഞാൻ ചോദിക്കുന്നത്, ഇനി എന്ത് തെളിവാണ് ഈ ബേബി മുതൽ ഈ ആര്യ രാജേന്ദ്രൻ വരെയുള്ളവർക്ക് എന്ത് തെളിവാണ് ഇനി വേണ്ടത്? നമ്മൾ ഇവർ തലയ്ക്ക് വിളിയുണ്ട് അവർക്ക്. ചിലരൊക്കെ പറയുന്നുണ്ട്, ഈ CMRL കമ്പനിയിൽ നിന്നും പണം മേടിക്കാത്തവരില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവരെ മാത്രം കൊടുക്കാൻ സാധിക്കുമോ? അന്വേഷണം മറ്റു വഴിക്കൊക്കെ പോയില്ലേ എന്നുള്ളൊരു ചോദ്യം ചിലരൊക്കെ ഉയർത്തുന്നുണ്ട്. ഇത് വളരെ ശരിയാണ്. ഒരുപാട് ആളുകൾ മേടിച്ചിട്ടുണ്ട്. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും മേടിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസും അല്ലെങ്കിൽ UDF LDF മാത്രമല്ല BJPക്കാരനും മേടിച്ചിട്ടുണ്ട്. ഇതിൽ പലരുടെയും പേരുകൾ ഈ റിപ്പോർട്ടിൽ വന്നിരുന്നു.
അതിൽ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും പറഞ്ഞു ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. PV എന്ന് ചോദിച്ചപ്പോൾ വിജയൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് PV അത് ചിലപ്പോൾ വല്ല PV കുഞ്ഞിക്കണ്ണനോ അല്ലെങ്കിൽ പത്മജ വേണുഗോപാലോ വരെ ആണെന്നുള്ള നിലയിൽ അന്ന് CPM കാർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കട്ടെ, ഇവരെല്ലാവരും പൈസ മേടിച്ചിട്ടുണ്ട് കമ്പനിയിൽ. പക്ഷേ പൈസ മേടിച്ച സമയത്ത് അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന വേറെ ആരുണ്ട് ഇതിനകത്ത്? ഞാനതാ ചോദിച്ചത്. ലിയോയുടെയോ എൻ്റെ മകളോ ചെന്നിരുന്നെങ്കിൽ പണം കിട്ടുമോ? പണം കിട്ടില്ല. അപ്പം ചെയ്ത പണിക്ക് ഒരു ഡെലിവറബിൾസും ഇല്ലാതെ ഈ കരിമണൽ കർത്ത വിജയന് മകൾക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിജയൻ ചെയ്തു കൊടുത്ത നേട്ടത്തിനാണെന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇപ്പോൾ കേൾക്കുന്ന എന്താണ്? ഈ കരിമണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദേശീയ സുരക്ഷ ഉൾപ്പെടെയുള്ള തോറിയം ഉൾപ്പെടെയുള്ള സാധനമാണെന്നല്ലോ. അത് സംബന്ധിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നും പറഞ്ഞൊരു നിയമം 4 വർഷം വിജയൻ നീട്ടിക്കൊടുത്തു. ആ 4 വർഷത്തിനിടയിൽ ഈ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആൾ 1500 കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. വിജയൻ അയാൾക്ക് 4 വർഷത്തേക്ക് ചെയ്തു കൊടുത്ത ഈ ആനുകൂല്യത്തിൻ്റെ ഭാഗമായി 1500 കോടി രൂപ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, 2,78,00,000 അല്ല, ഒരു 150 കോടി രൂപയെങ്കിലും അതിൻ്റെ ഭാഗമായി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇനി എന്താണ് ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി? ഇത് വല്ല കച്ചവടം നടത്തി കാശുണ്ടാക്കാൻ ഉണ്ടാക്കിയ കമ്പനിയാണോ? ഒന്നുമല്ല. ഇനി ഈ കമ്പനി ആരാ ഉണ്ടാക്കി കൊടുത്തതെന്നറിയാമോ? ഇവിടെ സഹായിച്ചത് M. ശിവശങ്കരൻ. എന്തിനാണ് ഈ കമ്പനി ഉണ്ടാക്കിയത്? ഈ കമ്പനി ഇവിടെ മാത്രമല്ല ഗൾഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ കമ്പനി ഗൾഫിൽ രജിസ്റ്റർ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ അച്ഛൻ നടത്തുന്ന അഴിമതി ഇടപാടിൽ നിന്നുള്ള ഷെയർ അച്ഛന് നേരിട്ട് മേടിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് മകളുടെ കമ്പനിയിലേക്ക് ഇത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഗൾഫിൽ രജിസ്റ്റർ ചെയ്തത്. അല്ലെങ്കിൽ ഈ കമ്പനി തന്നെയാണ് ഗൾഫിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അതും ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കുണ്ട് ഗൾഫിൽ. ആ ബാങ്കിൽ 2020 നിർത്തിപ്പോയ ഒരു അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ട് വീണയും സുനീഷും ചേർന്നിട്ടുള്ളതാണ്. സുനീഷ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവരുടെ ആദ്യത്തെ ബന്ധു. അതിനകത്ത് അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിൽ 10 കോടി രൂപ ഉണ്ടായിരുന്നു എന്നാണ് ഷോൺ പറഞ്ഞിട്ടുള്ളത്. ഷോൺ അത് ED പരാതി കൊടുത്തിട്ടുണ്ട്. ഷോൺ പറയുന്നത് എന്താണ്? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, SNC ലാവലിൻ ഈ കമ്പനികളിൽ നിന്നെല്ലാം കോടിക്കണക്കിന് രൂപ ഇതിലേക്ക് വന്നിട്ടുണ്ടെന്നും ആ കോടിക്കണക്കിന് രൂപ കാനഡയിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ റീറൂട്ട് ചെയ്തിട്ടുണ്ടെന്നും അയാൾ രേഖാമൂലം EDക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനകത്തുനിന്ന് വരുന്ന കാര്യം എന്ന് പറയുന്നത്? അച്ഛൻ ഉണ്ടാക്കുന്ന അഴിമതി പണത്തിൻ്റെ പങ്ക് മകളുടെ കമ്പനിയിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽ കമ്പനിയായിരുന്നു എക്സാലോജിക് എന്നുള്ളതിന് എന്താണ് തർക്കം? ഓക്കെ, ഈ വിഷയത്തിൽ നമുക്ക് പിണറായി വിജയനെയും ഈ ഇടപാടുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് വീണ തൈക്കണ്ടി പിണറായി വിജയൻ്റെ മകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിൽ തെളിവ് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുമായിരിക്കുമോ ഈ അന്വേഷണ ഏജൻസിക്ക്? ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം, ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഈ വീണ 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 എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് വിജയനാണ് ഇതിനകത്തെ പ്രതി, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജയൻ്റെ മകളായിരുന്നില്ല വീണയെങ്കിൽ വീണയ്ക്ക് ഈ പണം കിട്ടുമോ? കിട്ടില്ല. വിജയൻ ചെയ്ത അഴിമതി പണം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്, മനസ്സിലായില്ലേ? പിന്നെ ഇപ്പം അന്വേഷണം നടക്കുന്നത് വീണയും CMRലും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണോ? ആണല്ലോ. അതെ. അത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പം വിജയൻ്റെ റോൾ ഇപ്പം ഇതിനകത്ത് വന്നില്ലെങ്കിൽ പോലും വിജയൻ്റെ മകളുടെ റോള് ക്ലിയർ ആണല്ലോ. വിജയൻ്റെ മകൾക്ക് എങ്ങനെയാണ് ഇതിനകത്ത് റോൾ വരുന്നത്? വിജയനില്ലെങ്കിൽ മകളുണ്ടോ? വിജയനില്ലെങ്കിൽ വിജയൻ്റെ മകൾക്ക് CMRൽ നിന്ന് ഈ കരാർ കിട്ടുമോ? വിജയൻ അല്ലെങ്കിൽ ഈ വിജയൻ്റെ മകൾക്ക് ഒരു ഡെലിവറബിൾസും കൊടുക്കാതെ 2,78,00,000 രൂപ കിട്ടുമോ? കിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 134 രേഖകൾ കോടതിയിൽ SFIO സമർപ്പിച്ചത് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞിട്ട് ED ഹർജി കൊടുത്തിരിക്കുകയാണ് കോടതിയിൽ. ഇന്നിപ്പോൾ അതിനെക്കുറിച്ചിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണങ്ങളിലേക്ക് പോവുകയാണ്. ഇനി വീണ എന്ന് പറഞ്ഞ ഈ സ്ത്രീയുടെ ലോക്കർ തുറക്കാൻ പോവുകയാണ്. അതെ, ലോക്കർ തുറക്കാനുള്ള അവരുടെ 3 ഫോൺ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ED. എവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം എന്നറിയോ ലിയോ? ഇത് പൊളിഞ്ഞ് തകരും, ഇവർ അകത്താകും, നാളെ ചിലപ്പോൾ ഇവരുടെ അച്ഛനും അകത്താകും എന്നൊക്കെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ കോട്ട് ഓൺ ദ റോങ് ഫുട്ട് എന്ന് പറയും. അതായത് ഇപ്പം ലിയോ ഒരു കള്ളത്തരം കാണിക്കുന്നു. ആ കള്ളത്തരത്തിൽ നിന്ന് ലിയോയെ പോലീസ് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്.
അപ്പോൾ സ്വാഭാവികമായും ലിയോ ഇതിൻ്റെ രഹസ്യരേഖകളൊന്നും ഒരിടത്ത് മാറ്റി വെക്കില്ല. കാരണം ലിയോയെ പോലീസ് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ രക്ഷപ്പെടുത്തുന്ന പോലീസ് ഒരു സുപ്രഭാതത്തിൽ സഡനായിട്ട് ലിയോയുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ യു വിൽ ബി കോട്ട് റോങ് റെഡ് ഹാൻഡഡ്. ഇപ്പോൾ വിജയൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? ഈ മാസപ്പടി കേസിൽ വർഷങ്ങളായി BJP ഗവൺമെൻറ് അയാളെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായി അയാളുടെ വീട്ടിലേക്ക് ഈ ഇഡിക്കാരൻ ഇടിച്ചു കയറി വരുമെന്ന് അയാൾ പ്രതീക്ഷിച്ചില്ല. അവിടെ രേഖകളെല്ലാം അയാളുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ രേഖകൾ മുഴുവൻ അവർ കൊണ്ടുപോയി. 3 ഫോണും കൊണ്ടുപോയി. 2019 മുതൽ ഇവർ നടത്തുന്ന ഇടപാടുകൾ സംബന്ധിച്ചുള്ള മുഴുവൻ സാധനങ്ങളും അതിനകത്തുണ്ടെന്നാണ് കേൾക്കുന്നതെന്ന് മാത്രമല്ല, എനിക്ക് കിട്ടിയൊരു പുതിയ വിവരം, ED ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു ഡയറി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഡയറിക്കകത്ത് ഇന്നയാൾ 5, ഇന്നയാൾ 10, ഇന്നയാൾ 3, ഇന്നയാൾ 4 എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. EDക്ക് വളരെ എളുപ്പമാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ മണി ട്രയൽ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ അച്ഛൻ ഇതിനകത്ത് റോളില്ല എന്ന് പറയുന്നത് അസംബന്ധമാണ്. കാരണം അച്ഛൻ്റെ മകളായതുകൊണ്ടാണ് മകള് ചിത്രത്തിൽ തന്നെ വരുന്നത്. ഓക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ അച്ഛൻ്റെ മകളായതുകൊണ്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ അച്ഛനാണ് യഥാർത്ഥ പ്രതി. അച്ഛനില്ലെങ്കിൽ മകളില്ല. അതുകൊണ്ടാണ് എൻ്റെയും പിന്നെ ലിയോയുടെ മക്കളായിരുന്നെങ്കിൽ ഇതുണ്ടാവില്ല എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല അയാളുടെ പേര് അതിനകത്തുണ്ടായിരുന്നു PV. എനിക്കെന്തറിയാമെന്നാണ് പുള്ളി ചോദിക്കുന്നത്. രമേശ് ചെന്നിത്തലയും പിന്നെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, ഞങ്ങൾ പിന്നെ പാർട്ടിയുടെ ആവശ്യത്തിനാണ് മേടിച്ചിട്ടുള്ളത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ചോട്ടെ. അത് രണ്ടും തമ്മിൽ ഒരു നിരീക്ഷണം വരുന്നത്, ഇത് രണ്ടും തമ്മിൽ വേറിട്ട് നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് ഓരോ മാസവും ഇത്തരത്തിൽ പണം വന്നുകൊണ്ടിരുന്നു വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിലേക്ക്. അപ്പോൾ തുടർച്ചയായി അങ്ങ് പറഞ്ഞ ഡേറ്റുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷക്കാലം തുടർച്ചയായി പണം മേടിച്ചു. മറ്റതെല്ലാം 1-2 തവണ മേടിക്കുന്നു. അപ്പോൾ അത് സംഭാവനയായിട്ട് അവർ പറയുമ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിൽ തുടർച്ചയായി പണം വാങ്ങുമ്പോൾ ആ വാങ്ങിയത് അത് അവർക്ക് തിരിച്ചടിയാകുമെന്നാണോ? 100% ആണല്ലോ അത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എല്ലാ വർഷവും 8 ലക്ഷം രൂപ വെച്ചിട്ടാണ് മേടിച്ചത്. 5 ലക്ഷം രൂപ ഇവർക്കും 3 ലക്ഷം രൂപ കമ്പനിക്കും. അത് മേടിച്ചെന്തിനാണ്? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനാണ്, ഒരു ERP സൊല്യൂഷന് വേണ്ടിയിട്ടാണ് അത് മേടിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് 2 കരാറുകൾ ഒപ്പിട്ടിട്ടുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് 2019 നടത്തിയിട്ടുള്ള റെയ്ഡിൽ അവർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഒരു ഡെലിവറബിൾസും അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് അവർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഇത് SFIO കണ്ടുപിടിച്ചതല്ല, അവരുടെ മൊഴിയിൽ തന്നെ ഉണ്ട്. ആ മൊഴി ഞാൻ വായിച്ചാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ആ മൊഴിയിൽ അവർ പറയുന്നത് ഞാനൊരു ചുക്കും ചെയ്തു കൊടുത്തിട്ടില്ല. എന്നിട്ട് അവസാനം അവർ പറയുകയാണ് ERP ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് അന്യോന്യം മനസ്സിലാക്കിയതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ചോളാൻ തീരുമാനിച്ചെന്ന്. ഏത് 1-2 കോടി രൂപ മേടിച്ച് കഴിഞ്ഞപ്പം അവരുടെ മൊഴിയിൽ തന്നെ അവർ പറയുകയാണ് ഇത് ഞങ്ങൾ തമ്മിൽ മ്യൂച്വലായിട്ട് ചർച്ച ചെയ്തപ്പം ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ കരാർ അവസാനിപ്പിച്ചത്. ഈ കരാർ അവസാനിപ്പിച്ച 2019 എന്നാൽ 2021 വരെ അവർ പൈസ മേടിച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോൾ പറയാണ് ഈ കരാർ അവസാനിപ്പിച്ചെങ്കിലും ഞാൻ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നെന്ന്. നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകളാണിത് പറയുന്നത്. ഇത് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് കൂടെ അധികാരത്തിലിരിക്കുകയാണ്. ഇതുപോലൊരു അഴിമതി ആരോപണം UDFകാരനെതിരെ വല്ല മന്ത്രിമാർ അവനൊന്നും കേരളത്തിൽ കാണുമായിരുന്നു, അച്ഛനും മകളും ഓടിക്കില്ലായിരുന്നു അവർ കേരളത്തിൽ നിന്ന്. ഇതിലപ്പുറത്ത് എന്ത് തെളിവാണ് ബേബി നിങ്ങൾക്ക് വേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകും. ഇപ്പോൾ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവനാണ്, പക്ഷേ ഇയാളെക്കാളും മുകളിലിരിക്കുന്നവനല്ലേ ബേബി. ആ ബേബി ഏത് ലോകത്താണ് ഈ ജീവിച്ചത്? ഇയാളുടെ തലയ്ക്കകത്ത് തലച്ചോറൊന്നും അല്ലേ ഇരിക്കുന്നത്, വല്ല പറഞ്ഞ വല്ല കളിമണ്ണ പോലെയാണ് ഇയാളുടെ തലയ്ക്കകത്തിരിക്കുന്നത്. ഇയാൾക്ക് ഇതൊക്കെ എടുത്തൊന്ന് വായിച്ച് നോക്കിക്കൂടെ? എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇയാൾ പോയി പിന്നെ അറസ്റ്റ് ഒരുക്കി. ഇയാൾ എന്ത് ചെയ്യുന്ന എത്ര നാണം കിട്ടും? ഇയാൾ കമ്മ്യൂണിസത്തിന് പോലും നാണക്കേടല്ലേ MA ബേബി ഈ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, പാർട്ടിക്കുള്ളിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, പാർട്ടിയുടെ ഒരു നേതാവിനെതിരെ ഉള്ള നീക്കങ്ങളെ ചെറുക്കാനായി പാർട്ടി അണികളെ ഉപയോഗിക്കാം, പക്ഷേ നേതാവിൻ്റെ മകൾക്ക് വേണ്ടി ഇത്തരത്തിൽ ചെയ്തത് എന്തിന് എന്നൊരു ചോദ്യം വളരെ ശക്തമായി ഉയർന്നിരുന്നു. അതിനുശേഷം ED അന്വേഷണത്തെ തടസ്സപ്പെടുത്തുവാൻ പ്രവർത്തകർ ശ്രമിച്ചു, അവർ അക്രമത്തിലേർപ്പെട്ടു, അവർ വല്ലാത്ത കുടുക്കിലാവുകയും ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടി വന്നപ്പോൾ 2 കാര്യം രണ്ടായിട്ട് ഞാൻ പറയാം. ഒന്ന്, ഇപ്പോൾ വിജയൻ തന്നെ വന്നിട്ട് പറഞ്ഞത് എന്നോട് ചോദ്യം ചോദിച്ചില്ല, മകളോട് ചോദ്യം ചോദിച്ചു. അയാൾ പറഞ്ഞു. അപ്പോൾ പിന്നെ CPM-കാരനെ ഇറക്കി വിടേണ്ട കാര്യം എന്താ? മകള് വേറെ അച്ഛൻ വേറെ അല്ലേ? എന്തുകൊണ്ടാണ് മകൾ വേറെ അച്ഛൻ വേറെ എന്ന് പറയുന്നത്? 2020 പിന്നെ ആ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ ഇയാൾ എന്താണ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞത്? അയാളുടെ പത്രസമ്മേളനത്തിൽ അയാൾ എന്താ പറഞ്ഞെന്നറിയോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും കാണും, ഇല്ലെങ്കിൽ അവർ വരുമോ? അതിന് ഞാൻ പറഞ്ഞു ഇയാളെ എന്ത് പേരാണ് നമുക്ക് വിളിക്കാൻ? അതുകൊണ്ട് അത് അവരുടെ കുടുംബം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ ഇയാളുടെ മകൾക്ക് വേണ്ടി ഇവന്മാർ നാണം കെട്ടവന്മാർ കിടന്ന് ചാടി തുള്ളുകയാണ്. ഇനി അതൊന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം ആക്രമണം.
ആക്രമണത്തിൽ ഇവനൊക്കെ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞേക്കാം, MV ഗോവിന്ദൻ ഉൾപ്പെടെ അഴിയെണ്ണിയാലും അത്ഭുതപ്പെടണ്ട. കാരണം എന്താ, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ വിജയം പോലും അതിൽ ജയിലിൽ പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ, ഈ ആക്രമണം എല്ലാം കഴിഞ്ഞിട്ട് വിജയം പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ വിജയം പറയാണ് നമുക്ക് ഒരുമിച്ച് പോരാടാന്ന് എന്ന് പറഞ്ഞാൽ ഇഡിക്കിട്ട് കൊടുത്തോളാൻ, ഇഡിയുടെ വണ്ടികളെല്ലാം ചവിട്ടി പൊട്ടിച്ചോളാൻ അയാൾ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? അയാൾ വന്നിട്ട് നിങ്ങൾ അബദ്ധം കാണിക്കരുത്, നമ്മൾ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് വാർത്ത വരും, നമുക്കത് ക്ഷീണമാവും, നമ്മുടെ പോരാട്ടം ദുർബലപ്പെടുത്തും, അതുകൊണ്ട് സഹാക്കളെ നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകുമെന്ന് പറയുന്നതിനോരും വിജയം വന്നിട്ട് കൈയും ചുരുട്ടി പിടിച്ചുകൊണ്ട് ഇത് എന്തൊന്നാണിത്? അത് സമ്മർദ്ദം മൂലമായിരിക്കുമോ, അതോ കാരണം എല്ലാം എതിരായി വരുന്നു അതിന്റെ ഒരു സമ്മർദ്ദം അദ്ദേഹം അനുഭവപ്പെട്ടത് കൊണ്ടായിരിക്കുമോ അത്തരത്തിലൊരു അതോ മറ്റേതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ അതിലൂടെയെങ്കിലും ഈ അക്രമത്തിലൂടെയെങ്കിലും രക്ഷപ്പെടാം എന്ന് ഞാൻ ചോദിക്കുന്നത്, സമ്മർദ്ദം കൊണ്ടാണ് ഇതാണോ പറയുക? സമ്മർദ്ദം കൊണ്ടാണ് പറഞ്ഞും തൊട്ടുപോകരുതെന്നല്ലേ പറയേണ്ടത്? ഇഡിയുടെ വണ്ടിയെ തൊട്ടുപോകരുതെന്ന് ഈ വിജയം പറഞ്ഞാൽ ഈ ഗുണ്ടകളെല്ലാം അപ്പം അവൻ്റെ കല്ലും കരിക്കട്ടയും പിന്നെ ചീമോട്ടയും താഴിടുകയല്ലായിരുന്നു? അതിനു പകരം ഇയാൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യല്ലേ ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞത് ഈ കേരള ഗവൺമെൻറ് നട്ടലുണ്ടെങ്കിൽ ഇയാളെ ഉൾപ്പെടെ പ്രതിയാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ പോണ എന്താ? ഇതിനകത്ത് സംഭവിക്കാൻ പോണ വലിയ പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറി സംഭവിച്ചു തുടങ്ങി കഴിഞ്ഞു. പാവപ്പെട്ട ജീവിക്കാൻ വകയില്ലാത്ത പൊട്ടിയൊലിക്കുന്ന വീട്ടിൽ ജീവിക്കുന്ന പാർട്ടി അണികൾ, ആ അണികൾക്ക് ജാമ്യം കിട്ടില്ലല്ലോ. 2024 ബംഗാളിൽ 24 പർഗാനാസ് എന്ന് പറഞ്ഞ ജില്ലയിൽ പിന്നെ സന്ദേശ് കലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷാജഹാൻ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഫിയ തലവൻ്റെ വീട്ടിൽ ED അന്വേഷണത്തിൽ ചെന്നപ്പോൾ അത് തടസ്സപ്പെടുത്തി, ആക്രമിച്ചൊന്നുമില്ല, തടസ്സപ്പെടുത്തിയതേ ഉള്ളൂ. ആ കേസിൽ പ്രതികൾ 2024 പോലും ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുകയാണ്, തീഹാർ ജയിലിൽ. ഈ ഗോവിന്ദനൊക്കെ തീഹാർ ജയിലിൽ പോയി കിടന്ന് എഴയേണ്ട സ്ഥിതിയാണ് ഇനി വരാൻ പോകുന്നത്. 1. 2, കുറെ പാവപ്പെട്ട അണികൾ അവരെന്ത് പിഴച്ചു, അവരുടെ മാതാപിതാക്കൾ എന്ത് പിഴച്ചു, അവരുടെ മക്കളെന്ത് പിഴച്ചു, അവരുടെ പിന്നെ അച്ഛനമ്മമാരെന്ത് പിഴച്ചു, അവരെല്ലാവരും ജയിലിലേക്ക് പോകാൻ പോവാണ്. മനസ്സിലായത്? പിന്നെ ഇത് ആസൂത്രിതമായിരുന്നു എന്നുള്ളതിനകത്ത് എന്താണ് സംശയം? അത് സംബന്ധിച്ചുള്ള കോടതി വിധിയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 പറഞ്ഞെന്നറിയോ? ദിസ് ഈസ് ആൻ അറ്റാക്ക് അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം എന്നാണ്. രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോൾ UAP ചുമത്തിയാൽ എന്ത് ചെയ്യും? ഈ ഗോവിന്ദനൊന്നും ഉണ്ടല്ലോ, ഈ ഗോവിന്ദനൊന്നും ചിലപ്പം പുറം ലോകം കാണില്ല. ഗോവിന്ദൻ, ഈ MV ഗോവിന്ദൻ തീഹാർ ജയിലിലെ അഴിയെണ്ണി ജീവിതം ഇനി ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും. കാരണം എന്താണ്, ഈ ഗോവിന്ദൻ്റെയും ഈ പാവപ്പെട്ട, ഞാൻ പറഞ്ഞ ഈ ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവനൊക്കെ വല്ലതും വീട്ടിലിരുന്നാൽ പോരെ എൻ്റെ ലിയോ ഞാൻ ചോദിക്കുന്നത്. അയാൾക്ക് പാർക്കിൻസൺസ് രോഗം പോലെ ഇതൊരു ഗുരുതരമായ രോഗമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനെ പൊക്കി പിടിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുന്നു. അവളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പൊട്ടിക്കരഞ്ഞു പോലും മനുഷ്യൻ. ഗോവിന്ദൻ, ശിവൻകുട്ടി, മറ്റേ കടകംപള്ളി സുരേന്ദ്രൻ, V ജോയി, ഇവന്മാരെല്ലാം വന്ന് ഈ ആക്രമണം നടക്കുമ്പോൾ അതിന് സാക്ഷികളായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇത് നമ്മൾ എന്ത് പാർട്ടിയാണ് ഈ പാർട്ടി? മിണ്ടി പോരെന്ന് പറയല്ലേ വേണ്ടത്? അതിന് പകരം അവരെ അടിച്ച് അവരുടെ ചില്ലും പൊട്ടിച്ച്, അതുകൊണ്ട് ഇപ്പം എന്തായി? അവർക്ക് ഭയങ്കര കലിപ്പായി. ED അവന്മാർ ഇതിൻ്റെ അവസാനം കണ്ടിട്ടേ പോകുള്ളൂ എന്നും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അവരിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? അവർക്ക് 2 വിധി കിട്ടിയല്ലോ. അതെ, അവർക്ക് സിംഗിൾ ബെഞ്ചിൽ നിന്ന് വിധി കിട്ടി. അവർക്ക് ഡിവിഷൻ ബെഞ്ചിലെ രാജാ വിജയരാഘവൻ്റെ KV ജയകുമാറിൻ്റെയും വിധി കിട്ടി. അവർക്ക് ആ വിധി കൊണ്ട് നാളെ വേണമെങ്കിൽ വീണെ പിടിച്ചകത്താക്കാം. പക്ഷെ അവരകത്താക്കുന്നില്ല. അവരെന്താ ചെയ്യാൻ പോകണമെന്നറിയാമോ? അവർ അവസാന തരി തെളിവ് വരെ സമാഹരിച്ചിട്ട് ഇവരെ ചോദ്യം ചെയ്യാൻ പോകുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ചോദ്യം ചെയ്യലിൻ്റെ അവസാനം ഈ പെങ്കൊച്ചുണ്ടല്ലോ, പെങ്കൊച്ചെന്നല്ല 10-50 വയസ്സുണ്ടെന്നായിരിക്കും, പരപ്പനകാല അഗ്രകാല ജയിലിൽ പോയി കിടക്കും. ചിലപ്പം കോടിയേരി ബാലകൃഷ്ണൻ്റെ ശാപം ചിലപ്പോൾ കേൾക്കും. കോടിയേരി ബാലകൃഷ്ണൻ മകനും ആ ജയിലിലാണല്ലോ കിടന്നത്. അവിടെ പോയി കിടക്കും ഈ മകള്. അവരെ കിടത്താൻ വേണ്ടിയിട്ടാണ് ഈ മുഴുവൻ രേഖയും എടുത്തിട്ട് അവരെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. ലിയോ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ പോയി പരപ്പനഹാര അഗ്രഹാര ജയിലിൽ കിടക്കുന്ന വീണയെന്ന് പറഞ്ഞ് വീണ തൈക്കണ്ടിയെ കാണാൻ ഈ പിണറായി വിജയൻ ആ പരപ്പനഹാര അഗ്രഹാര ജയിലിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കഴിഞ്ഞ 10 വർഷം ആരായിരുന്നു ഇയാൾ? ആരായിരുന്നു 10 വർഷം കേരളത്തിൽ ഈ വിജയൻ? അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം, ഭരണഘടനയുടെ സൗന്ദര്യം. എന്നെ 8 ദിവസം ജയിലിലിട്ടു, എന്തിന്? എന്നെ കസ്റ്റഡിയിലെടുത്തു, എന്തിന്? എൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി, എന്തിന്? അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് വിശ്വാസി അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ കർമ്മഫലമെന്ന് ഞാൻ പറഞ്ഞേനെ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട.
പരപ്പനഹാര അഗ്രഹാലിൻ്റെ പുറത്ത് ജയിലിൽ അതിൻ്റെ വിസിറ്റേഴ്സ് റൂമിൽ ഇതിങ്ങനെ ഇരിക്കുന്ന വിജയനെ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇത് സ്വയം കൃതനാർത്ഥമാണ്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള അഴിമതിയാണ് നടത്തിയത്. അതുകൊണ്ട് അനുഭവിക്കാൻ പോവുകയാണ്, നമ്മൾ കാണാൻ പോവുകയാണ്. യെസ്, എന്തായാലും ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിലും നമുക്ക് അങ്ങയുമായി സംസാരിക്കേണ്ടി വരും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി യോഗങ്ങൾ നടക്കുന്നുണ്ട്. അവർ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ, ED ഡയറക്ടർ ഉൾപ്പെടെ ഇവിടെ എത്തി കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്, നടപടി കടുപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ കൃത്യമായി രേഖകൾ, അങ്ങ് പറഞ്ഞതുപോലെ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിലായിരിക്കും ചോദ്യം ചെയ്യലെന്നും അറിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് തന്നെ പോകുമ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് പരിശോധിക്കേണ്ടി വരും. അപ്പോഴും അങ്ങയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.